ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഒരു വെണ്ടക്ക ഫ്രൈ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബിണ്ടി ഫ്രൈ എന്നൊക്കെ പറയും. ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ്. നമുക്ക് ഈ ഒരു ഫ്രൈ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അത്രയ്ക്കും ടേസ്റ്റിയും അത്രയും മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വെണ്ടക്ക ഫ്രൈ ആണെന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഉടനെ ഒന്ന് കണ്ടു നോക്കാം. അപ്പം ഇതിനായി ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 കിലോ എല്ലാം കാണും. 1/4 കിലോ അല്ല, ഒരു 1/2 കിലോന് താഴെയുള്ള വെണ്ടയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ അത്രയും വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ കഴുകി ഒരു ടിഷ്യൂ പേപ്പറിനകത്തോ ഈവൻ ഒരു തുണിക്കകത്താണെങ്കിൽ കുഴപ്പമില്ല. അതിനകത്ത് വെള്ളമെല്ലാം നമ്മളൊന്ന് ഒപ്പിയെടുക്കണം, ഒപ്പിക്കളയണം, ഡ്രൈ ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അതിനുവേണ്ടി നിങ്ങൾക്ക് തുണിയോ ടിഷ്യൂ, കിച്ചൺ ടവലോ എന്ത് വേണമെങ്കിലും എടുക്കാം, ടിഷ്യൂ പേപ്പറൊക്കെ എടുക്കാം. ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ച് ഇതിനകത്തുള്ള വെള്ളമെല്ലാം ഒന്ന് ഒപ്പിയെടുക്കുവാണേ. ഇപ്പോൾ ഇവിടെ ഞാൻ നല്ലതുപോലെ അത് വെള്ളമെല്ലാം ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിയണം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിനനുസരിച്ച് നിങ്ങൾക്കിത് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ നീളപ്പാടെയാണ് അരിയുന്നത് കേട്ടോ. സ്ലൈസ് ചെയ്തിട്ടാണ് ഞാൻ അരിയുന്നത്. എന്നാൽ മാത്രമേ അത് നമുക്ക് കടിക്കാനൊക്കെ കിട്ടണ്ടേ, അത്രയെങ്കിലും ഒരു വലിപ്പം വേണം. അപ്പോൾ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനുള്ള സൈസിനും ഷേപ്പിനൊക്കെ എടുക്കുക. ഞാനിവിടെ നീളത്തിൽ മുറിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ചെരിച്ച് മുറിക്കുന്നുണ്ട്. 2 ഷേപ്പിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഞാനപ്പം ഇതുപോലെയാണ് ഞാൻ ചെരിച്ച് അല്ല നീളത്തിലൊക്കെ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. ഞാനിപ്പം ഈ ഒരു ഷേപ്പിലൊക്കെ അരിഞ്ഞ് നീളപ്പാട് ചെരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് മസാലകളൊക്കെ പുരട്ടി വെക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് ഉപ്പാണ്. അത് ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് എടുക്കുക. അടുത്തത് ഞാൻ ചേർക്കാൻ പോകുന്നത് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അതും 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് മുളക് പൊടി. ഞാനിവിടെ കശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ. അതാകുമ്പോൾ കുറച്ച് കളറൊക്കെ കിട്ടും. ഇല്ലെങ്കിൽ സാധാരണ എടുത്താലും മതി കേട്ടോ. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് ജീരകപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ. അതാണ് ഏറ്റവും ഫ്ലേവർ കൊടുക്കുന്നത്, ഈ ജീരകപ്പൊടിയാണ്. ഇപ്പം ജീരകപ്പൊടി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ജീരകം കുറച്ച് ഇച്ചിരി ഒരു എന്നാ പറയുക, ഒരു 1/4 ടീസ്പൂണോളം ജീരകം എടുത്ത് നല്ലതുപോലെ ചതച്ചിട്ടാണെങ്കിലും ചേർക്കുക. എന്നിട്ട് നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ പതുക്കെ മിക്സ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള സീഡൊക്കെ, ഈ വെണ്ടയ്ക്കൊക്കെ അകത്തുള്ള കുരുവൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം പുറത്ത് ചാടാൻ തുടങ്ങും. ഇപ്പം തന്നെ അത് കുറച്ചൊക്കെ അങ്ങ് പോവും നമ്മൾ അരിയുമ്പം. അപ്പം അതുകൊണ്ട് വളരെ പതുക്കെ ഒന്ന് നമുക്കൊരു ചെറിയ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് കടലമാവാണ്. ഇവിടെ 1.5 ടേബിൾ സ്പൂൺ കടലമാവാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഒത്തിരി അങ്ങ് ആവണ്ട, ജസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ. അടുത്തത് ഞാൻ ചേർക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ്. അതൊരു 1/2 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്, ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ പെരുങ്കായത്തിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ, ഓയിലോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മേലെ ഒന്ന് ഞാൻ ചെറുതായിട്ട് ഒഴിക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും, അത്രയും ഞാൻ എടുത്തിട്ടുണ്ടാവും. ഒഴിച്ചിട്ട് ഞാൻ ആ സ്പൂൺ വെച്ചിട്ട് തന്നെ വളരെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും അത് വളരെ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം കൂടെ തൂവിക്കൊടുത്ത് ഞാൻ നല്ലതുപോലെ കൈ വെച്ചിട്ടാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. വളരെ പതുക്കെ, അത് ഒത്തിരി ഒന്നും ഉടയാതെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വെള്ളം അത് കറക്റ്റ് ഒരു വെറ്റ്നെസ് ഒന്നും വന്നിട്ടില്ലെന്ന് തോന്നുവാണെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം ആഡ് ചെയ്യാം. കുറച്ചൊന്ന് വെറ്റായിരിക്കണം, ഒരു നനവ് വേണം. അത് വരയ്ക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ലാസ്റ്റായിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി, കശ്മീരി ചില്ലി പൗഡറും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ആ ഒരു ഡാർക്ക് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ മിക്സ് റെഡിയാണ്. ഇനി നമ്മളിതൊന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ.
അപ്പം ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി. അതിനകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത്, എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഇനി വേപ്പില കുറച്ച് കീറി ചേർക്കുവാണ്. അത് ഒത്തിരി നല്ല ഫ്ലേവർ കൊടുക്കും. അപ്പം എപ്പോഴും വറുക്കുന്ന എണ്ണയിൽ വേപ്പില ചേർക്കുക. എന്നിട്ട് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി പുരട്ടി വെച്ചിരിക്കുന്ന മസാലയെല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടക്ക ഇതിനകത്തോട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് ലാസ്റ്റ് ഇതിനകത്ത് കുറച്ച് സീഡുകൾ വരും, അതിൻ്റെ കുരുക്കളൊക്കെ അതിനകത്ത് വീണ് കിടപ്പുണ്ടാവും. അതൊന്നും ഇതിനകത്ത് ഇടാൻ നിൽക്കണ്ട, അത് നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ഈ വെണ്ടക്ക മാത്രം ഇതിനകത്ത് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ സീഡൊക്കെ ഇതിനകത്ത് തന്നെ ഇടുവാണ്. ഞാനത് വേറൊന്നും ചെയ്യുന്നില്ല, വെണ്ടയ്ക്ക് മാത്രമേ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ നോക്കുക കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡിയാണ്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പം ഇത് ഞാനിനി വറുത്ത് കോരാൻ പോവാണ്. ഒരു ടിഷ്യൂ പേപ്പറോ അല്ല കിച്ചൺ ടവലോ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ മേലെ വറുത്ത് കോരുക ആദ്യമൊക്കെ. കാരണം എന്നാൽ മാത്രമേ ആ എണ്ണയൊക്കെ അതിനകത്തോട്ട്, ആ ടിഷ്യൂ ടവലിനകത്തോട്ട് കയറി പിടിച്ചോളും. അപ്പം അത്ര എണ്ണയല്ലേ നമ്മുടെ വയറ്റിനകത്തോട്ട് ചെല്ലത്തുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഫ്രൈ റെഡിയാണ്. അപ്പം ഞാനിനി ഇതെല്ലാം ഒന്ന് വറുത്ത് കോരട്ടെ. ഞാനിപ്പം ഇത് എല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് ഞാൻ മാറ്റുവാണ്. ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ചെറുനാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞൊഴിക്കുവാണ്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ് ആ ചെറുനാരങ്ങ കൂടെ. അതോടൊപ്പം തന്നെ കുറച്ച് വേപ്പില അതേ എണ്ണയിൽ തന്നെ ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് തൂവിയിട്ടുണ്ട്. ഇത് തനി നാടൻ എന്നാ പറയുക, വളരെ ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ എണ്ണയിലൊക്കെ, നമ്മുടെ വെളിച്ചെണ്ണയിലൊക്കെ ഈ വേപ്പില വറുത്ത് കോരി കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക രുചി മണൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരയ്ക്കും ബൈ.